إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം നേടിയെടുക്കുന്ന വിധത്തിൽ നൈമിഷികമായ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളെയും സൽക്കർമ്മ നിരതമാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ക്രമപ്പെടുത്തുന്ന മുവഹിദുകളിൽ മുത്തഖീങ്ങളിൽ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തെ ഏറെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലും രാജ്യത്തും കുടുംബത്തിലും ജീവിക്കുന്ന മേഖലകളിലുമൊക്കെ വളരെ വിരളമായി അപൂർവമായി എന്നാൽ കേൾക്കുന്ന സമയത്ത് ഏറെ പ്രയാസത്തോടുകൂടി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ, അനിഷ്ടങ്ങളിൽ, അന്യായത്തിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഗൗരവതരമായത് ഖത്ലുൻ നഫ്സ്. ഇന്ന് ആഗോളതലത്തിലായിരുന്നാലും ദേശീയ അടിസ്ഥാനത്തിലായിരുന്നാലും നമ്മുടെയൊക്കെ ഈ കൊച്ചു കേരളത്തിലും ജീവിക്കുന്ന പരിസരങ്ങളിലും നാടുകളിലുമെല്ലാം അതൊരു സിമ്പിളായ നെവർ മൈൻഡ് ആകുന്ന വിധത്തിലുള്ളൊരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കശ്മീരിൽ നടന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഖത്ലുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൊല്ലല്. അപ്പോൾ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിങ്ങനെ പത്രത്തിൽ കണ്ണോടിക്കുമ്പോൾ പണ്ടൊക്കെ ഏതെങ്കിലും ഒരു ന്യൂസ് ആഴ്ചയിൽ ഒരിക്കൽ എന്ന നിലക്കൊക്കെ വായിച്ചു പേടിച്ചിരുന്നു എങ്കിൽ, ആശങ്കപ്പെട്ടിരുന്നു എങ്കിൽ, ഇന്ന് ഡെയിലി ഫ്രണ്ട് പേജിലും സെക്കൻഡ് പേജിലും നാഷണൽ കോളത്തിലും സ്റ്റേറ്റ് കോളത്തിലും ഇൻ്റർനാഷണൽ കോളത്തിലുമൊക്കെ വിവിധ മരണ കൊലപാതകങ്ങൾ
ആ രൂപത്തിലുള്ള അക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അങ്ങനെ പ്രാദേശിക തലത്തിൽ നോക്കുമ്പോൾ തന്നെ മാതാപിതാക്കളെ മകൻ വെട്ടിക്കൊന്നു, കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. കാമുകന് വേണ്ടി കാമുകി സ്വന്തം ഭർത്താവിനെ കൊന്നു, മക്കളെ ഭക്ഷണത്തിൽ വിഷം കലർത്തിക്കൊന്നു. ഇങ്ങനെ ആ റിപ്പോർട്ടുകൾ വായിച്ചു തീർക്കാൻ തന്നെ സമയം അനവധി ആവശ്യമാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ട കലാലയങ്ങളിൽ വരെ കൊലപാതകങ്ങളുടെ അതിൻ്റെ വിവിധ മുഖങ്ങൾ, വിവിധ രീതികളൊക്കെ പുതിയ കാലത്ത് നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പല വിധത്തിലായിട്ട് ആഗോളതലത്തിലാണെങ്കിൽ ഗസയുടെ അവസ്ഥ, മാർച്ച് 18 സയനിസം വീണ്ടും കരാറിൽ നിന്ന് പിന്മാറിയതിന് ശേഷം, മാർച്ച് 18 ശേഷം ഫലസ്തീനിലെ ഗസയിൽ അക്രമം വീണ്ടും തുടങ്ങിയതിന് ശേഷം ഇന്നത്തെ വായിച്ച റിപ്പോർട്ടിൽ ഇസ്രായേൽ ഫോഴ്സസ് കിൽഡ് ഓൾമോസ്റ്റ് 2000 പീപ്പിൾ ഇൻ ഗസ. നമ്മൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? നമ്മൾ പല കൊലപാതകങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപലപിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡത തകർക്കാൻ വേണ്ടി ഭീകരവാദികൾ, തീവ്രവാദികൾ അവസരങ്ങൾ മുതലെടുക്കുന്നതിനെ അതിശക്തമായ ഭാഷയിൽ നമ്മൾ അപലപിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഗസയിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ 2000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആ 2000-ത്തോളം വരുന്ന ആളുകളിൽ 500 കുഞ്ഞുങ്ങളെ മാത്രം മാർച്ച് 18 ശേഷം കൊന്നുകളഞ്ഞിട്ടുണ്ട്. അവരും മനുഷ്യരാണ്. അവരും കുടുംബവും സാമൂഹിക സ്വാസ്ഥ്യവും ഒക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്നലെ 24 മണിക്കൂറിനിടക്ക് ഗസയിൽ 60-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 24 മണിക്കൂറിനിടക്ക് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്ന ചാരിതാർത്ഥ്യമുണ്ട്. പ്രാർത്ഥനയുടെ കൂടെ നിലപാടുകൾ ഐക്യപ്പെടുത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യ ഉക്രൈനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമത്തിൽ, നരമേധങ്ങളിൽ അവിടെയും ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെ പല ഭാഗത്തും മനുഷ്യർ കൊല്ലപ്പെടുക. അപ്പം അതിന് ഇന്ന സ്ഥലം, ഇന്ന രാജ്യം, ഇന്ന മേഖല എന്നൊന്നുമില്ല. രണ്ടാളുകൾ തമ്മിൽ തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ ആ തർക്കം പോലും കൊലപാതകത്തിൽ ചെന്ന് കലാശിക്കുകയാണ്. കൊലപാതകത്തിൽ ചെന്ന് കലാശിക്കുക. താമരശ്ശേരിയിൽ ട്യൂഷൻ സെന്ററിൽ നടന്ന കശപിശയാണ് പിന്നീട് നെഞ്ചക്ക് കൊണ്ടൊക്കെ കുത്തിയിട്ട് കൊല്ലാൻ തന്നെ പ്ലാൻ ചെയ്തു എന്ന് സോഷ്യൽ മീഡിയയിലെ വോയിസ് പുറത്തു വന്നപ്പോൾ ഏറെ പ്രയാസത്തോടു കൂടിയാണ് നമ്മളെല്ലാം അത് കേട്ടത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കൊലപാതകങ്ങൾ പലതരത്തിൽ വ്യാപിക്കുമ്പോൾ അതിൻ്റെ കൂടെ തെക്കൻ കശ്മീരിലെ പെഹൽഗാം എന്ന് പറയുന്ന പ്രദേശത്ത് നിരപരാധികളായ മനുഷ്യർ, ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയുന്ന, ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന കശ്മീരിലേക്ക്, വലിയ പ്രശ്നങ്ങളില്ലാത്ത ഏരിയയിലേക്ക് ചെന്ന് കാഴ്ചകൾ കാണാൻ പോയ നിരപരാധികളായ മനുഷ്യരെ വകവരുത്തി കൊന്നുകളഞ്ഞ് വകവരുത്തി ഒന്നുമല്ലാതാക്കുക. ഇസ്ലാമോഫോബിക് അന്തരീക്ഷത്തിൽ ആ എരുതിയിൽ എണ്ണയൊഴിക്കാൻ പാകത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതിനെ പല വിധത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഭീകരതക്കും തീവ്രവാദത്തിനും ഭീകരവാദത്തിനും മതവുമില്ല. മതവിശ്വാസികൾക്ക് ഭീകരവാദിയാകാനും സാധിക്കുകയില്ല. ഒരു മതവും അത് മനുഷ്യരെ പഠിപ്പിക്കുന്നില്ല. വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആൻ മാനവരാശിയോട് മൊത്തത്തിലാണ്. ഇത് ഇസ്ലാമിക സമൂഹത്തോട് മാത്രമല്ല. അങ്ങനെയും നമ്മൾ ഈ വിഷയം മനസ്സിലാക്കണം. ഒരു പ്രത്യേക വിഷയം വരുമ്പോൾ ഇസ്ലാം അരിക്കാക്കപ്പെടുമോ, മുസ്ലിമീങ്ങൾ പ്രതിസന്ധിയിലാകുമോ എന്ന നിലക്ക് മാത്രമല്ല ഈ വിഷയമൊക്കെ നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. മറിച്ച് ആരായിരുന്നാലും, ഏത് വിഭാഗമായിരുന്നാലും, ഇപ്പോൾ അമേരിക്കയൊക്കെ ആ കൊലപാതകത്തിനും അധിനിവേശത്തിനും നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ മതം ആരും ചികഞ്ഞു പോകാറില്ല. ഇറാഖിൽ 10 ലക്ഷം മനുഷ്യരെയാണ് കൊന്നുതള്ളിയത്. ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീനിൽ കൊന്നുതള്ളിയ 1 ലക്ഷത്തോളം മനുഷ്യർ, കണക്കിൽ 67,000 70,000 എന്നൊക്കെ വരും, 1 ലക്ഷത്തിലധികം മനുഷ്യരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ കൊന്ന കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ജാതിയും മതവും വർഗവും വർണ്ണവും തിരിച്ച് പരിശോധിക്കേണ്ട ആവശ്യമില്ല. കൊല്ലുന്നവർ കൊലപാതകളാണ്. അവർ കൊന്നുകൊണ്ടിരിക്കുന്ന അന്യായം പ്രവർത്തിക്കുന്നവരാണ്. അവർ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്. അവർ നീതിക്കും നന്മക്കും മനുഷ്യാവകാശത്തിനുമൊക്കെ എതിര് നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള മുഴുവൻ മനുഷ്യരോടും, അങ്ങനെയുള്ള അത്തരം ചെയ്തികളിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നവരോടൊക്കെയാണ്
വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആനിന്റെ അഭിസംബോധന എന്ന് പറയുന്നത്. അവരൊക്കെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ പറയാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ 31-ാമത്തെ ആയത്തിൽ വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ്, അവിടെ അങ്ങനെയാണ്. വലാ തഖ്തുലു, നിങ്ങൾ കൊന്നുകളയരുത്, ഔലാദക്കും, നിങ്ങളുടെ മക്കളെ കൊല്ലുന്ന ആളുകളുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി. മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്യുക, അല്ലേ? പ്രണയത്തിന് വേണ്ടി മക്കളെ കൊല്ല, എന്നിട്ട് ഒളിച്ചുകൂടുക. അങ്ങനെയൊക്കെ വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്ന് നിങ്ങൾ മക്കളെ കൊല്ലാൻ പാടില്ല. അവിടെ ഒരു റീസൺ പറഞ്ഞതാ, ഒരു വിഷയത്തിൽ മക്കളെ കൊല്ലാൻ പാടില്ല. നഹ്നു നർസുഖുഹും വയ്യാക്കും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നാമാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ, നിങ്ങൾ അങ്ങനെ കൊലപാതകം നടത്തുന്നത്, മക്കളെ കൊന്നു തള്ളുന്നത്, കൊന്നുകളയുന്നത് ഏറ്റവും ഭീകരമായ ബീഭത്സകമായ പാതകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. വിശുദ്ധ ഖുർആനിലെ അതിന്റെ സൂറത്തുൽ ഇസ്രായിലെ തൊട്ടടുത്ത ആയത്തിൽ വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹ്, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹ്, അല്ലാഹു പവിത്രമാക്കിയിട്ടുള്ള ആത്മാക്കളെ നിങ്ങൾ കൊന്നുകളയരുത് എന്നാണ്. നിരപരാധികളെ വകവരുത്താൻ പാടില്ല. വലാ തഖ്തുലുൻ നഫ്സ, ആരാകട്ടെ എവിടെയാകട്ടെ കൊന്നുകളയാൻ പാടില്ല, കൊല്ലാൻ പാടില്ല. അങ്ങനെ കൊന്നുകഴിഞ്ഞാൽ അത് വൻപാപമാണ്. ഒരു വിശ്വാസിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യ. എന്ത് കശപിശയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ കൊന്നു തീർക്കുക എന്ന പരിപാടിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അൻ അബീ ഹുറൈറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇജ്തനിബുസ് സബ്അൽ മുബിഖാത്ത്, നിങ്ങളുടെ എല്ലാ നന്മകളെയും നശിപ്പിച്ച് കളയുന്ന, നിങ്ങളെ ഒന്നുമല്ലാതാക്കി കളയുന്ന, നരകത്തിന്റെ വിറകാക്കി തീർക്കുന്ന 7 വൻപാപങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണേ എന്ന് പ്രവാചകൻ പറയാം. ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, വമാ ഹുന്ന, ഏതാണവ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഖാല അശ്ശിർക്കു ബില്ലാഹ്, പടച്ചറബ്ബിൽ പങ്കു ചേർക്കൽ, വസ്സിഹ്ർ, മാരണം, മൂന്നാമതായി പറഞ്ഞത് വഖത്ലുൻ നഫ്സ്, മനുഷ്യരെ കൊല്ലലാണ്. മനുഷ്യരെ കൊല്ലൽ മൂബിഖാത്താണ്, എല്ലാം നശിപ്പിച്ച് കളയുന്നതാണ്. പിന്നെ സ്വസ്ഥ ഉണ്ടാകൂല, ഒരു നന്മയുണ്ടാകൂല. എല്ലാം നശിപ്പിച്ച് കളയുന്ന വൻപാപങ്ങൾ നിങ്ങൾ മാറി നിൽക്കണേ. അതിൽ വഖത്ലുൻ നഫ്സ്, മനുഷ്യരെ കൊന്നുകളയലാണ് എന്ന് പറയാം. മറ്റുള്ളവരെ കൊല്ലൽ മാത്രമല്ല, സ്വന്തത്തെയും കൊല്ലാൻ പാടില്ല. ആത്മഹത്യ, ആത്മാവിനെ ഹത്യ ചെയ്യാൻ ആരാ നമുക്ക് അവകാശം തന്നത്? ശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 29-ാമത്തെ ആയത്ത്. ഈ ആയത്തൊക്കെ അല്ലെങ്കിൽ ഈ ആശയമൊക്കെ നമ്മുടെ മക്കളോട് പറയണം, അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാ, 10 ദിവസം ആയിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചക്ക് ശേഷം വന്ന റിപ്പോർട്ടിലാണ് കൊണ്ടോട്ടിയിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടിയാണ് 19 വയസ്സുകാരി ആത്മഹത്യ ചെയ്യുക. നിങ്ങൾ വായിച്ചില്ലേ? അങ്ങനെ എത്രയെത്ര ആത്മഹത്യകൾ. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ കൊന്നുകളയരുത്. ഇന്നല്ലാഹ കാന ബികും റഹീമാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കാരുണ്യമുള്ളവനാണ്. റഹീം, പരമകാരുണികനാണ് അവൻ. നിങ്ങൾ കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. ഈ കാലം കടന്നുപോകും, ഈ പ്രയാസം കടന്നുപോകും, ഈ പരീക്ഷണം കടന്നുപോകും. സഹനം അവലംബിക്കുക. ദുനിയാവാണ്, ഐഹികമാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതും ലഭിക്കുന്നതിനപ്പുറം വിധിച്ചത് ലഭിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത് എന്ന ബോധം ഉണ്ടാകണം. ഈ സാക്ഷരത, ഈ വിദ്യാഭ്യാസം കൊടുക്കണം മക്കൾക്ക്. കൂടെ ജീവിക്കുന്നവർക്കൊക്കെ കൊന്നുകളയാൻ പാടില്ല, സ്വന്തം ആത്മാവിനെ ഹത്യ നടത്താൻ പാടില്ല എന്ന് പറയാം. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ഒരാളുടെ നേരെ ആയുധം നീട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം പ്രവാചകൻ ഉണർത്തിയത് എത്രയാ? മലക്കുകൾ നിങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ചില ആളുകൾ ഇങ്ങനെ പറയും, തമാശക്ക് വേണ്ടിയാണ് ആയുധം നീട്ടുന്നത്, അല്ലെ? തമാശ കളിക്കാൻ വേണ്ടിയിട്ട്. അൻ അബീ ഹുറൈറ യഖൂലു ഖാല അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദ ഫഇന്നൽ മലായികത തൽഅനുഹു. മൻ അശാറ, ആരാണോ ചൂണ്ടിക്കാണിക്കുന്നത്, ഇലാ അഖീഹി, സഹോദരനിലേക്ക്, ഒരു മനുഷ്യനിലേക്ക് ചൂണ്ടിക്കാണിക്കുക, ബിഹദീദത്തിനൊരു ആയുധം, ഫഇന്നൽ മലായികത തൽഅനു, മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. അവൻ ആയുധം കാണിച്ച്, വാള് കാണിച്ച്, കത്തി കാണിച്ച്, കടാര കാണിച്ച്, തോക്കുമായിട്ട് വരാം, ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. കുട്ടികൾ കളിക്കുന്ന ഗെയിമാണെന്നൊക്കെ നമ്മൾ പറയും, ഫയർ ഗെയിമാണ്, ഒക്കെ കൊല്ലലാണ്. പ്രതീകാത്മകമായിക്കൊണ്ട് ആയുധവുമായി തോക്കുമായി അങ്ങനെ കൊല്ലുകയാണ്. അതൊക്കെ അതിന്റെ പ്രതീകവൽക്കരണം. അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന
മനോവൈകല്യങ്ങളെ, മനോവ്യാപാരങ്ങളെ, കുട്ടികളുടെ മസ്തിഷ്കത്തെ, വികാര വിചാരങ്ങളെ, വൈകാരിക തലങ്ങളെ, ഇമോഷണൽ കോഷ്യന്റിനെ എത്രമേൽ അത് പ്രയാസപ്പെടുത്തുന്നു എന്ന് ഒരു ഖുതുബയിലൂടെ തന്നെ ആ വിഷയം നമ്മൾ കൗമാരവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആയുധം ഇങ്ങനെ തമാശക്ക് പോലും പാടില്ല എന്നാണ്. അങ്ങാടിയിലൂടെ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി വല്ല കത്തിയോ കടാരയോ അരിവാക്കത്തിയോ ഒക്കെ വാങ്ങി പോവുകയാണ് എങ്കിൽ അതിനെക്കുറിച്ച് ഹദീസിലുണ്ട്. കൊല്ലാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഒരു ആയുധവുമായി പോകാൻ. ആ പോകുന്ന സമയത്ത് നബി മൂസാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ മറ അഹദുകും ഫീ മസ്ജിദിന ഔ ഫീ സൂഖിന, അങ്ങാടിയിലൂടെ അല്ലെങ്കിൽ പള്ളിയിലൂടെ ആളുകളുടെ സ്ഥലത്തുകൂടെ, വമഅഹു നബലുൻ, അവന്റെ കയ്യിൽ ഒരു അമ്പുണ്ട് എങ്കിൽ, ഒരായുധമുണ്ട് എങ്കിൽ, ഫൽയുംസിക് അലാ നിസാലിഹാ, അതിന്റെ തലപ്പ് അവൻ പിടിച്ചു കൊള്ളട്ടെ, കരുതി കൊള്ളട്ടെ. ഔ ഖാല ഫൽയഖ്ബിദ് ബികഫിഹി, അവന്റെ കൈ കൊണ്ട് അതിന്റെ മൂർച്ചയുള്ള ഭാഗത്തിന് തടസ്സം ഉണ്ടാക്കി കൊള്ളട്ടെ. കാരണം ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല, മുറിവേൽക്കാൻ പാടില്ല, പരിക്കേൽക്കാൻ പാടില്ല. അത്രയും കോൺഷ്യസ് ആയിരിക്കണം, ശ്രദ്ധയുണ്ടാകണം എന്ന് പറയാം. ഇതൊക്കെയാണ് ആയുധവുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. ആ ആയുധം അന്യായമായി ഒരാളുടെ നേരെ എടുത്ത് ഉപയോഗിച്ച് കൊന്നു കഴിഞ്ഞാൽ ആ കൊന്ന മനുഷ്യൻ ചെയ്യുന്ന കാര്യം എന്താ? മാനവ സമൂഹത്തെ വിശുദ്ധ ഖുർആൻ അറിയിക്കുക, പഠിപ്പിക്കുക. സൂറത്തുൽ മായിദ 5-ാം അധ്യായം 32-ാമത്തെ ആയത്തിൽ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, ഒരു നഫ്സിനെ ഒരാൾ കൊല്ലാണ്, അതുവഴി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, രാജ്യത്തെ അരക്ഷിതമാക്കി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ, ഒരാളെ കൊന്നാൽ ഈ ഭൂമിയിൽ നിലവിൽ ജീവിച്ചിരിക്കുന്ന 800 കോടിയിലധികം വരുന്ന മനുഷ്യരെ കൊന്നതിന് സമാനാണ്. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ, ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇതേപോലെ ഒരു വേഴ്സ്, ഒരു കോട്ടിങ്സ്, ഒരു ആയത്ത്, ഒരു മെസ്സേജ്, ഈ വിഷയത്തിന്റെ ഗൗരവം ഉണർത്തുന്ന ഉത്ബോധനം കാണിക്കാൻ കഴിയോ? ഖുർആനിലല്ലാതെ. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ്. ഒമൻ അഹ്യാഹാ, ഒരാളെ ജീവിപ്പിച്ചു കഴിഞ്ഞാൽ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതിന് തുല്യമാണെന്നാണ്. ഒരാൾക്ക് ജീവിക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്കുക, ആക്രമിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളെ പ്രതിരോധിക്കുക. അത് നമ്മൾ ആ കാഴ്ചയിൽ കണ്ടില്ലേ? ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന മനുഷ്യൻ വന്ന് വെടിവെക്കുമ്പോ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി അവസാനം വെടിയേറ്റ് മരിക്കാൻ, ഷഹീദാണ്, രക്തസാക്ഷിയാണ്. ആ വെടിയേറ്റ് മരിച്ച ആദിൽ ഷാ. കാരണം ആളുകൾ അങ്ങനെ നിരപരാധികളെ വെടിവെച്ച് കൊല്ലുമ്പോൾ ഭീകരവാദിയുടെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങുക, അതിനിടക്ക് കൊല്ലപ്പെടുകയാണ് എന്നൊക്കെയുള്ള വാർത്ത നമ്മൾ കണ്ടു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. അതേപോലെ ആരതി എന്ന് പറയുന്ന എൻ്റെ ഓർമ്മയിൽ ഒരു സഹോദരി പറയുന്നില്ലേ, എനിക്ക് കശ്മീരിൽ നിന്ന് 2 മുസ്ലിം ചെറുപ്പക്കാരൻ്റെ സഹോദരങ്ങളാണ്. അപകടത്തിൽപ്പെട്ട സമയത്തൊക്കെ എൻ്റെ കൂടെ അവരുണ്ടായിരുന്നു. ഒരു ജാതി തിരിച്ച് മതം തിരിച്ച് പറയുന്ന ആളുകളുണ്ട്. അവരാണ് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചവരാ 2 സഹോദരങ്ങൾ. ഈ ആദിൽ ഷായാണ് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചവൻ. കാരണം കഅന്നമാ അഹ്യന്നാസ ജമീഅ, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ച് രക്ഷപ്പെടുത്തിയതിന് തുല്യമായ വലിയൊരു പുണ്യത്തിന് വേണ്ടി ശ്രമം നടത്തുന്നതിനിടക്കാണ് കൊല്ലപ്പെട്ടത്, മരിച്ചു പിരിഞ്ഞത്. ഇതാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ജനങ്ങളെ കൊല്ലാനല്ല, പ്രയാസപ്പെടുത്താനല്ല, രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാനല്ല. അതിനൊരിക്കലും ഇസ്ലാം സമ്മതം നൽകുന്നില്ല എന്ന് മാത്രമല്ല, അതിലേക്ക് പോകുന്ന വഴികളെ വരെ അടക്കുകയാണ്. മനുഷ്യർ വൈകാരികമായി തീരുന്ന എല്ലാത്തിനെയും അടക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ പ്രതിരോധിക്കുക. ഫദ്ഫഅ ബില്ലതി അഹ്സൻ ഒക്കെയാ. കാരുണ്യത്തെക്കുറിച്ച്, ആർദ്രതയെക്കുറിച്ച്, അനുകമ്പയെക്കുറിച്ച്, സാമൂഹ്യ സ്വാസ്ഥ്യത്തെക്കുറിച്ചൊക്കെ ഖുർആൻ സംസാരിക്കുന്നത്, പ്രവാചക വചനങ്ങൾ സംസാരിക്കുന്നത്. യർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോടും കാരുണ്യം കാണിക്കുന്നതാണ്. അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഅഹും ലിന്നാസ്, അഹബ്ബുൻ നാസി ഇലല്ലാഹ്, ജനങ്ങളിൽ വെച്ച്, മനുഷ്യരിൽ വെച്ച് പടച്ച റബ്ബിന്റെ പ്രിയം, ഇഷ്ടം സമ്പാദിക്കുന്നവൻ ആരാണ് സമ്പാദിക്കുന്നവൻ? അൻഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക്, മനുഷ്യർക്ക് ഉപകാരിയായി തീരണം. ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. ഉപകാരം ചെയ്യുന്നില്ലെങ്കിൽ ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കുക. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവനാണ് എന്നാണ്. ഉപകാരം ചെയ്യുന്നവൻ, പ്രശ്നമുണ്ടാക്കുന്നവനല്ല, പ്രശ്നം പരിഹരിക്കുന്നവൻ. ലാ ദർറ വലാ ദിറാർ, പ്രശ്നം ഉണ്ടാക്കലും പ്രശ്നത്തിൽ ചെന്നപ്പെടലുമില്ല. അല്ലേ? അള്ളാഹുവിന്റെ ദീൻ സമാധാനം, ഇസ്ലാം. പക്ഷേ എത്രമേൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞ സമാധാനം, സമർപ്പണം. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിലേക്കാണ്. കാരുണ്യം, സമാധാനം, ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു മുസ്ലിമിന് ഒരു സെക്കൻഡിൽ സാധിക്കില്ല. കാരണം നമസ്കരിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. പരമകാരുണികൻ, എല്ലാവരെയും ഉൾക്കൊണ്ട റബ്ബ. പരമകാരുണികൻ എന്ന് പറഞ്ഞാൽ
ഇതൊക്കെ പഠിച്ച, അതൊക്കെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്നിട്ട് ആ മതത്തിന്റെ വക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമാറാകട്ടെ. തെറ്റിദ്ധാരണ നീങ്ങുന്ന വിധത്തിൽ വിഷയത്തെ മുന്നോട്ട് നീക്കുമാറാകട്ടെ. ഈ രാജ്യത്തെ സംരക്ഷിതമാക്കി തീർക്കുമാറാകട്ടെ. കൊല്ലപ്പെട്ടവരുടെ സന്തപ്ത കുടുംബത്തിന് അള്ളാഹു സഹനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകാവസാനത്തിന്റെ അടയാളം കൂടിയാണ് ഈ ജാതി കൊലപാതകങ്ങൾ വ്യാപിച്ചു കഴിഞ്ഞാൽ. അൻ അബീ ഹുറൈറത ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഖാറബു സ്സമാൻ വയൻഖുസുൽ ഇൽം. കാലങ്ങനെ അന്ത്യനാളിന്റെ അടയാളം പറഞ്ഞപ്പോൾ സമയം വേഗത്തിലായിക്കൊണ്ടിരിക്കും, പറയേണ്ടതില്ല. വയൻഖുസുൽ ഇൽം, അറിവുകൾ പിടിച്ചെടുക്കപ്പെടും. വതുൽഹറുൽ ഫിതൻ, കുഴപ്പങ്ങൾ പ്രത്യക്ഷമാകും. വയുൽഖശുഹ്, പിശുക്ക് പിടികൂടും. വയക്സുറുൽ ഹർജ്, ഹർജ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഖീല യാ റസൂലല്ലാഹ്, റസൂലിനോട് ചോദിക്കപ്പെട്ടു, അയ്യത്തു, പ്രവാചകരെ ഈ ഹർജ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന്. ഖാല, പ്രവാചകൻ പറഞ്ഞു, അൽ ഖത്ലുൽ ഖത്ൽ, കൊല തന്നെ. എവിടെ നോക്കിയാലും കൊല, കൊലപാതകം, മനുഷ്യരെ കൊല്ല. ഈ രൂപത്തിൽ കാലം പോയി കഴിഞ്ഞാൽ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. അൻ അബീ ഹുറൈറത ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, ലാ തദ്ഹബു ദുനിയ ഹത്താ യഅതി അലൻ നാസി യൗമുൻ ലാ യദ്രി അൽ ഖാതിൽ, ഒരു സമയം വന്നടങ്ങും, ഒരു സമൂഹം വരും, ആ സമൂഹത്തിന് ഒരു സമയം വരും. ആ സമയം വരുമ്പോൾ അവിടെ ചിലത് നടക്കും, ചില കൊലപാതകങ്ങൾ. ആ കൊലപാതകങ്ങളുടെ പ്രത്യേകത എന്താ? ലാ യദ്രി അൽ ഖാതിൽ, കൊല്ലുന്ന മനുഷ്യൻ അറിയുകയില്ല, ഫീമ ഖതല, എന്തിനു വേണ്ടിയാണ് താൻ ഇന്നവളെ കൊല്ലുന്നത് എന്ന്. വലൽ മഖ്തൂലു ഫീമ ഖുതില, കൊല്ലപ്പെടുന്നവൾക്ക് കൊല്ലപ്പെടുന്നവനെ അറിയൂല, ഞാൻ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെടുന്നത് എന്ന് അറിയാത്ത കാലം വന്നു കഴിഞ്ഞാൽ. കൊല്ലുന്ന ആൾക്കറിയാം ഞാൻ എന്തിനാ ഇപ്പൊ കൊല്ലുന്നത്, അവരെ കൊല്ലപ്പെടുന്ന ആൾക്കറിയില്ല ഞാൻ എന്തിനാ കൊല്ലപ്പെട്ടത്. ഇങ്ങനെ ഒരു കാലം വന്നു കഴിഞ്ഞാൽ അന്ത്യനാളിനെ നിങ്ങൾ കാത്തുകൊള്ളുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സബർ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രാമാണികമായി ദീനിനെ പ്രതിനിധീകരിക്കുവാനുള്ള അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ കമാ യുഹിബ്ബു റബ്ബുനാ വയറല്ലാഹ് വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലാ നബിയ്യിനൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് വിശുദ്ധിയോടെ, കർമ്മ സ്വഭാവ സംസ്കാര സഹനബോധത്തോടെ സൽക്കർമ്മനിരതമായി മുന്നോട്ട് നീങ്ങുന്ന ഉത്ബുദ്ധരായ മുത്തഖീങ്ങളായ മുതവക്കിലീങ്ങളായ മുഖ്ലിസീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമതായ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ ഒരുക്കം ആരംഭിച്ചിരിക്കുകയാണ്. ഹജ്ജിന് ലക്ഷ്യം വെച്ചിട്ടുള്ള നമ്മുടെ കുടുംബ ബന്ധുക്കൾ, അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പഠന ക്ലാസ്സുകളും അന്വേഷണങ്ങളും ഒക്കെയായി അവർ ഇസ്തിഅദാദ്, തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് തന്നെ 40,000-40,000 ആളുകളുടെ ഹജ്ജ് അതവർക്ക് ഈ വർഷം നിർവഹിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന ആശങ്കയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ കാര്യം എളുപ്പമാക്കി തീർക്കുമാറാകട്ടെ. കഅബയെ ഒരു നോക്ക് കാണുക, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുക, പ്രവാചകന്റെ പാദസ്പർശമേറ്റ ആ മണ്ണിൽ എത്തിച്ചേരുക എന്നൊക്കെ പറയുന്നത് ഏതൊരു മുസ്ലിമിൻ്റെയും ചിരകാല അഭിലാഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തയ്യാറെടുത്തു കൊണ്ടിരിക്കുന്നവർക്ക് മാനസികമായും ശാരീരികമായും വൈജ്ഞാനികമായിട്ടും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. അതേപോലെ തന്നെ ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി ഒരുക്കം നടത്തുകയാണ് സൗദി ഗവൺമെൻറ്റും. ഹുജ്ജാജുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ആ കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രൂപത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. അതേപോലെ ഹജ്ജിന് പോകുന്ന നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മിൽ പലരും ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിരന്തരമായ പഠന ക്ലാസ്സുകളാണ്. എവിടെ ആര് എന്ത് ക്ലാസ് സംഘടിപ്പിച്ചു കഴിഞ്ഞാലും എത്ര ദൂരം യാത്ര ചെയ്താലും അവിടെ എത്തിച്ചേരുക എന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഹജ്ജിന് സെലക്ഷൻ കിട്ടിയിട്ടുള്ള ഹാജിമാരെന്ന് പറയുന്നത്.
പക്ഷേ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഖുദു അന്നി മനാസിക്കക്കും, എൻ്റെ ചര്യയിൽ നിന്നായിരിക്കണം, എൻ്റെ നടപടിക്രമം അനുസരിച്ചായിരിക്കണം നിങ്ങൾ ഹജ്ജ് നിർവഹിക്കേണ്ടത്. ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങൾ ഹജ്ജിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങൾ, വിവിധ കർമ്മങ്ങളുടെ സംഗമമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതിനെ ലളിതമായി പഠിച്ചെടുക്കാവുന്നതാണ്. വലിയ സാഹസവും ടാസ്കുമാക്കിയിട്ട് കുറേ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി അവസാനം പ്രാമാണികമായത് പിടുത്തം കിട്ടാത്ത അവസ്ഥയിലേക്ക് ആയിത്തീരാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ദുൽഹജ്ജ് 8 മുതൽ 13 കൂടിയ ദിനങ്ങളിൽ 5-6 ദിവസം, ദുൽഹജ്ജ് 8 യൗമു തറവിയ, ദുൽഹജ്ജ് 9 യൗമു അറഫ, ദുൽഹജ്ജ് 10 യൗമു നഹർ, ദുൽഹജ്ജ് 11, 12, 13 അയ്യാമു തശ്രീഖ്, ഇങ്ങനെ 5-6 ദിവസങ്ങളിലായിട്ട് മസ്ജിദുൽ ഹറമയിൽ കഅബയുടെ പരിസരത്ത് തവാഫ്, അതേപോലെ മിനയിൽ, മുസ്ദലിഫയിൽ, അറഫയിൽ ഇങ്ങനെയൊക്കെയായിട്ടുള്ള കർമ്മങ്ങളാണ്. അപ്പോൾ ഈ കർമ്മങ്ങളെ പ്രാമാണികമായി സഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അത്യാചാരങ്ങളും അതിശയോക്തികളും അനാചാരങ്ങളും പ്രാമാണിക വിരുദ്ധമായ കാര്യങ്ങളും മക്കൾക്കുപരി മദീനക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന അങ്ങനെയുള്ള ട്രൂപ്പുകളും ഗ്യാങ്ങുകളും സെറ്റപ്പുകളൊക്കെ ഉണ്ട്. മദീനയും ഹജ്ജും തമ്മിലൊരു ബന്ധമില്ല, മദീനയും ഉംറയും തമ്മിലൊരു ബന്ധമില്ല. മദീനയിൽ സന്ദർശിക്കാം, മസ്ജിദുൻ നബവിയിൽ ചെല്ലാം, നമസ്കരിക്കാം, ഇബാദത്ത് ചെയ്യാം. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്. ആ ഒരു നിയ്യത്ത് പുണ്യം പ്രതീക്ഷിച്ച് അങ്ങോട്ട് യാത്ര പോകാം. പക്ഷെ അത് ഹജ്ജുമായിട്ടോ ഉംറയുമായിട്ടൊന്നും അതിന് ബന്ധമില്ല. അതൊക്കെ പ്രത്യേകം ചെയ്യണം. ചില ഹാജിമാർ വിചാരിച്ചത് മദീനയിൽ പോയില്ലെങ്കിൽ ഹജ്ജ് പൂർത്തിയാവില്ല എന്നൊക്കെ ധരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ മക്കയിലാണ് ഹജ്ജിന്റെ എല്ലാ ചടങ്ങുകളും പറഞ്ഞു വരുന്നത്. ആ 5-6 ദിവസങ്ങളിൽ നിർവഹിക്കേണ്ട ഓരോ അനുഷ്ഠാന മുറയെക്കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാകണം. പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും ഒക്കെ അർത്ഥബോധത്തോടെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെയുള്ള പഠന ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുകയും വേണം. അതേപോലെ ഹജ്ജ് ചെയ്ത ആളുകൾ, ഇപ്പം കഴിഞ്ഞ വർഷം ഹജ്ജൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, അതല്ലെങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ ഹജ്ജ് ചെയ്ത ആളുകളുടെ അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ നിർവഹിച്ചവരൊക്കെ ആ ഹജ്ജിന് ശേഷം ഇപ്പോൾ എങ്ങനെയാണ്, എവിടെയാണ് അവരുടെ ഇസ്ലാമിക തലം, തസ്കിയത്തിന്റെ മേഖല എന്നൊക്കെ ചിന്തിക്കുന്നതും നല്ലതാണ്. ഒരു ഹജ്ജൊക്കെ നിർവഹിച്ചു വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ലോകം ആഗോളതലം അശാന്തമായി കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ 10-20 ലക്ഷത്തിലധികം ആളുകൾ സമാധാനത്തിന്റെ സംഗമത്തിൽ അറഫയിൽ, മനുഷ്യരെ തിരിച്ചറിയുന്ന അറഫയിലൊക്കെ പങ്കെടുത്ത് വിവിധ രാജ്യങ്ങളിലേക്ക് മാനവികതയുടെ കാരുണ്യത്തിന്റെ അംബാസഡർമാരായി തിരിച്ചു പോകുന്ന വല്ലാത്തൊരു ആത്മാവ് കൂടി ഹജ്ജിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏതായിരുന്നാലും ആ ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് മഹല്ല് ജീവിതവും സംഘടനാ ജീവിതവും പ്രാസ്ഥാനിക ജീവിതവും കച്ചവടവും മറ്റുള്ളതും കുടുംബമൊക്കെ ആയിട്ട് നടക്കുന്നവർക്ക് പിറന്നു വീണ കുഞ്ഞിന്റെ മനസ്സിന്റെ നൈർമല്യം, ഓഫർ ചെയ്യപ്പെട്ട ഹജ്ജ്, അതിൻ്റെ ഒരു ചൈതന്യമൊക്കെ ഏറെക്കുറെ നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന മാനസികാവസ്ഥയും ഇടപാടുകളും സമ്പർക്കവും കാര്യങ്ങളും ഒക്കെയാണോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഹജ്ജ് നിർവഹിക്കുന്നതിനേക്കാളും എഫേർട്ടാണ് ആഫ്റ്റർ ഹജ്ജ്. ഹജ്ജിന് ശേഷം അതിൻ്റെ സംസ്കരണ മൂല്യം നഷ്ടപ്പെടാതെ സ്വർഗം വരെ ഹജ്ജിന്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ സ്വർഗത്തിന്റെ വാതിൽ വരെ എത്തിക്കുക എന്നത്, അതുകൂടി നമ്മളുടെയൊക്കെ ഇസ്ലാമിക ജീവിതത്തിൽ ഹജ്ജ് നിർവഹിച്ച ആളുകൾക്ക് ശ്രദ്ധ ഉണ്ടാകണം. അതേപോലെ ഹജ്ജ് നിർവഹിക്കാതെ നടക്കുന്ന ആളുകൾ ഇന്ന പ്രായത്തിലെത്തിയാൽ അത് നിർവഹിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ, ടൈമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നടക്കേണ്ട. സാധ്യതകൾ ഉണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്തണം. സമ്പത്ത്, അവസരം, സാധ്യത ഉണ്ടെങ്കിൽ യൗവന പ്രായത്തിലൊക്കെയാണ് അത് നിർവഹിക്കാൻ ഏറ്റവും ഉചിതം. പിന്നെ തിരിച്ചു വരുന്ന ആളുകളൊക്കെ എപ്പോഴും പറയാറുള്ളതാണ്, പ്രായം അങ്ങേ തലയിൽ, സായാഹ്ന സമയത്ത് എത്താൻ നിൽക്കണ്ട, ഏറ്റവും നല്ല പ്രായത്തിൽ ആരോഗ്യത്തോടെ നിർവഹിക്കുന്നതാണ് ഉചിതം. കാരണം അത്രയും അനേക ലക്ഷങ്ങൾ അവിടെ പങ്കെടുക്കുന്നതാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അവസരം ലഭിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായി നിർവഹിക്കേണ്ട കർമ്മം തന്നെയാണ് ഹജ്ജ് എന്നുകൂടി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബന്ധുക്കള്, വേണ്ടപ്പെട്ടവർ, അവർക്കൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ അത് നിർവഹിക്കാനുള്ള അവസരം അള്ളാഹു നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ അവിടെ അതിൻ്റെ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ, ഹജ്ജുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗോള സമൂഹത്തിൽ നിന്ന് ഹജ്ജ് ലക്ഷ്യം വെച്ച് വരുന്ന അതിഥികളെ അങ്ങേയറ്റത്തെ ആതിഥേയ രൂപത്തിൽ എല്ലാ സൗകര്യ സംവിധാനങ്ങളും ഒരുക്കി സ്വീകരിക്കാൻ ആ ഗവൺമെന്റിന് അള്ളാഹു എല്ലാ അനുഗ്രഹവും ചൊരിയുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിർവഹിച്ച എല്ലാ കർമ്മങ്ങളും ഖബൂൽ ചെയ്യുമാറാകട്ടെ. കർമ്മങ്ങളിൽ സംഭവിച്ചു പോയ പാകപ്പിഴവുകളെ അള്ളാഹുവെ നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ.
അള്ളാഹുവെ ഇസ്ലാമിക ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും വിധിവിലക്കുകളെയും ഭംഗിയോടെ ഭക്തിയോടെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് പ്രാവർത്തികമാക്കാൻ ഉത്ബുദ്ധത കാണിക്കുന്ന മുസ്ലിമീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. എല്ലാ തരത്തിലുമുള്ള ആത്മീയ ചൂഷണങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അധർമ്മങ്ങൾ, അക്രമങ്ങൾ, അന്യായങ്ങൾ, ആഭാസ അശ്ലീലതകൾ, സർവ്വ തിന്മകൾക്കുമെതിരെ പ്രതിരോധം സൃഷ്ടിക്കുവാനും നന്മയുടെയും ധർമ്മത്തിന്റെയും സദാചാരത്തിന്റെയും മാനവികതയുടെയും മൈത്രിയുടെയും ഒക്കെ കൂടെ നിലയുറപ്പിക്കുവാനുമുള്ള പാകതയും പക്വതയും വിചാരപരതയും അള്ളാഹുവെ നീ ഉമ്മത്തിന് നൽകണമേ നാഥ. അള്ളാഹുവെ ഞങ്ങളുടെ രാജ്യത്തിന് നീ അഖണ്ഡത പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ ആഗോളതലത്തിൽ കണ്ണീരായിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ സമൂഹത്തിന് നീ അതിജീവനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അവരുടെ പോരാട്ടത്തെ നീ വിജയിപ്പിക്കണമേ. കൊല്ലപ്പെട്ടവർക്ക് വലിയ നന്മയും അള്ളാഹുവെ വലിയ ജീവിതവും നീ സ്വർഗീയ ആരാമത്തിൽ ഒരുക്കി കൊടുക്കണമേ നാഥ. ഷഹാദത്ത് പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണമേ. അഡ്വക്കേറ്റ് മണപ്രത് അബ്ദുള്ള സാഹിബിന്റെ സഹോദരിയുടെ മകൾ അമേരിക്കയിൽ വെച്ചൊരു ആക്സിഡന്റ് മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പലവിധ അസുഖങ്ങളാൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന പലരും നമ്മുടെ ബന്ധുക്കളിലുണ്ട്. പ്രാർത്ഥനക്ക് വസിയത്ത് പറഞ്ഞവരിലുണ്ട്. കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സഹോദരൻ അങ്ങേയറ്റത്തെ ഗുരുതരാവസ്ഥയിലാണ്, വെന്റിലേറ്ററിലാണ്. അള്ളാഹു ഖൈറിൽ എത്തിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. മാറാ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ചികിത്സ എല്ലാ നാഥൻ ഫലപ്രദമാക്കി തീർക്കുമാറാകട്ടെ. റബ്ബന അതിനാ ഫിദ്ദുനിയ ഹസന